Nunnus Foodiesന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത് ഡൈപ്പേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ ക്ലോത്ത് ഡൈപ്പേഴ്സിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുന്നതാണ്, അല്ലാതെ ഇത് ഒരു പ്രൊഡക്റ്റിൻ്റെയും പ്രൊമോഷൻ വീഡിയോ അല്ല. ഇതെൻ്റെ പേഴ്സണൽ യൂസ് വെച്ച് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്നെപ്പോലെ മറ്റുള്ള അമ്മമാർക്കും അത് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. വീഡിയോ ഫുള്ള് കാണുക. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിക്കുക, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്കിപ്പോൾ മാർക്കറ്റിൽ പലതരം ക്ലോത്ത് ഡൈപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പലതരം ഇൻസേർട്സും ഉണ്ട്. ഇതൊരു തരം നമ്മൾ ഒരു ടർക്കി പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന നല്ല കട്ടിയുള്ള ഒരു തുണിയാണിത്. അതുപോലത്തെ ഒരു ക്ലോത്ത് ഡൈപ്പറിൻ്റെ ഒരു ഇൻസേർട്ടാണ് ഇതിന് നമ്മൾക്ക് ഈ ഒരു പോർഷൻ വളരെ സോഫ്റ്റ് ആയിരിക്കും. ആ പോർഷനായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ആ ഒരു പോർഷനായിരിക്കും. നമ്മൾക്കിവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്. നമുക്കിതിവിടെ മടങ്ങി അങ്ങനെ നമ്മൾ വെക്കുമ്പോഴത്തേക്കും അത് കുട്ടികൾ അങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് തിരിയും, കമന്ന് വീഴും, നീന്തും. ആ ഒരു സമയത്തൊന്നും അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലൊരു ബട്ടൺ ഉണ്ട്. വളരെ നന്നായിട്ട് നമുക്കിത് ബട്ടൺ ചെയ്ത് വെച്ച് ഇത് ഒരിക്കലും ഇതിങ്ങോട്ട് അവരെത്ര കണ്ട് നീന്തിയാലോ വലിഞ്ഞ് നടക്കുക, നമ്മൾ ക്രോൾ ചെയ്ത് പോവുക, അങ്ങനെ എന്ത് ചെയ്താലും അത് പോവില്ല. അതേപോലെ തന്നെ ഇവിടെയുണ്ട് ഒരു ബട്ടൺ. അത് നമ്മൾക്ക് ഈ ഒരു ക്ലോത്ത് ഡൈപ്പറിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇതിലിത് ജോയിൻ ചെയ്ത് വെച്ചാൽ ഇതും ഒരിക്കലും അവർ നീന്തുമ്പോഴോ അല്ലെങ്കിൽ വലിയുമ്പോഴോ ഒന്നും ഇതൊരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോരത്തില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബട്ടണാണ് ഇത് അത്യാവശ്യം നമ്മൾ ഡയപ്പർ വാങ്ങിക്കുന്നത് അപേക്ഷിച്ച് നോക്കിയാൽ നമ്മൾക്കതൊരു റീസണബിൾ പ്രൈസാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു നമ്മുടെ സാധാരണ പാമ്പേഴ്സ് പോലത്തെ ഒരു ഡയപ്പർ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു വലിയ പാക്ക് വാങ്ങിക്കുന്നതിന് 1000 എബോവ് വരും, 1200 ഒക്കെ എബോവ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് 300 ടൈംസ് വാഷ് ചെയ്യാവുന്നൊരു ഇതാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് അതിപ്പോൾ ഒരു 1.5 അല്ലെ 2 ഇയേഴ്സ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾക്ക് കുട്ടികളുടെ അവരുടെ ഒരു അരവണ്ണം അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇപ്പോൾ ഒരു മാസം 2-3 മാസം അത്രയൊക്കെയുള്ള കുട്ടികൾക്ക് ഇത് നേരെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വലിച്ചു വെച്ച് ടക്ക് ചെയ്ത് വിട്ടാൽ മതി. ഇത് ഈ ഒരു പോർഷൻ ഇങ്ങോട്ടിങ്ങനെ ടക്ക് ചെയ്ത് വിടുക. അപ്പോൾ ഇത് ശരിക്കും കണ്ടില്ലേ, ഇതിപ്പോൾ ഇത്രയും ചെറുതായി, ടക്ക് ചെയ്യുമ്പോൾ ഇത് ഇത്രയും ചെറുതായി. അതേപോലെ ഇത്രയും ബട്ടൺസ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് വളരെ നന്നായിട്ട് ഇതിങ്ങനെ ടക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബട്ടണാണ്. നമ്മൾ എത്ര വേഗം വലിച്ചാലും അങ്ങനെയൊന്നും വേഗം പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പ് അല്ല ഇത്. ഞാൻ പക്ഷേ ആദ്യമേ വാങ്ങിച്ചത് കുറച്ച് ചീപ്പായിട്ടുള്ളൊരു ഡയപ്പറായിരുന്നു, അതാണിത്. ഇത് പക്ഷേ ഇതിൻ്റെ ബട്ടൺ പെട്ടെന്ന് പോവും. ഞാൻ കുറേ വാങ്ങിച്ചിരുന്നെങ്കിലും പലതിൻ്റെയും ബട്ടൺസ് പെട്ടെന്ന് ഇത് പോയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ വലിച്ചു തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ ബട്ടൺ പെട്ടെന്ന് പോകും. അത് മാത്രമല്ല, നമ്മളിത് ഇൻസേർട്ട് ചെയ്താലും ഇതിന് കൂടെ വന്നൊരു ഇൻസേർട്ടാണ് ഈ ഒരു ടൈപ്പ്, ഒരു പാക്ക് ടൈപ്പ് ഇൻസേർട്ട്. ഇവിടെ നമ്മൾക്കൊരു ഇൻസേർട്ടിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. നേരെ ഇതിനകത്തേക്ക് നമുക്കിത് ഇറക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് വെച്ച് നമ്മൾ കുട്ടികളെ ഉടുപ്പിക്കുകയോ ചെയ്യാം. പക്ഷേ ഇതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം കുട്ടികൾ ചിലപ്പം കുറച്ചുകൂടി അരവണ്ണമുള്ള കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് അത് അത്ര യൂസ്ഫുൾ ആയില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ നമ്മളുടെ ഈ ഒരു ഡയപ്പറിൻ്റെ കൂടെ കിട്ടിയ ഇൻസേർട്ടാണ് ഈ ഒരു കട്ടിയുള്ള ക്ലോത്ത് ഇൻസേർട്ട് ഇതിനകത്ത് വെച്ചപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, ലീക്കേജ് വരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഡയപ്പറിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഇൻസേർട്ട് ഇതാണ്. ഈ ക്ലോത്ത് ഇൻസേർട്ടാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാഡഡ് ടൈപ്പ് ഇൻസേർട്ട് ഞാൻ ഇതിലും യൂസ് ചെയ്യും. ഇതിൽ നമ്മൾക്കിപ്പോൾ പക്ഷേ പാഡഡ് ടൈപ്പിൽ നമ്മൾ ഇതിൻ്റെ അത്രയും ഹോൾഡ് ചെയ്യത്തില്ല. ഒരു 2 hour 3 hour ഒന്നും അങ്ങനെ ഹോൾഡ് ചെയ്യില്ല. ഒരു മാക്സിമം ഒരു 2 hour ഒക്കെ ഈ ഒരു ഇതിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്യും. അത് മാത്രമല്ല, കുട്ടികൾക്ക് ഒരിക്കലും നനവ് ഫീൽ ചെയ്യുന്നില്ല. ഇതിപ്പം ഈ ഒരു പാഡഡ് ക്ലോത്ത് ആണെങ്കിലും ഈ ഒരു ക്ലോത്ത് ആണെങ്കിലും ഡയപ്പറിൽ കുട്ടികൾക്ക് ഈ ഒരു പോർഷൻ അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നോർമൽ ഡയപ്പർ എങ്ങനെ യൂസ് ചെയ്യുന്നോ അതേപോലെ തന്നെയാണ്
ഒട്ടും തന്നെ അവർക്ക് നനവ് ഫീൽ ചെയ്യില്ല. ഈ നനവ് ഫീൽ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ റാഷസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ മിക്ക അമ്മമാർക്കുള്ളൊരു പ്രശ്നമാണ് കുട്ടികൾക്ക് റാഷസ് വരുന്നു, പിന്നെ റാഷസിന് ക്രീം ഇടുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾക്ക് കുട്ടികൾക്ക് 100% റാഷസ് ഫ്രീ ആണിത്. കാരണം ഇത് ജസ്റ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഇതപ്പോൾ ശരിക്കും നമ്മൾക്കൊരു 4 hours ശരിക്കും അത് ഹോൾഡ് ചെയ്യും. കുട്ടികൾക്ക് യാതൊരുവിധ നനവും ഫീൽ ചെയ്യാതെ 4 hours നമുക്ക് 4 and 4.5 hours നമുക്ക് സുഖമായിട്ട് ഇത് വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഇത് മാറുക, അടുത്ത തുണി വയ്ക്കുക. അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ്. ഇതിപ്പം ഈ ഒരു ഡയപ്പറിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടക്ക് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് ഇതിൻ്റെ ബാക്കിലുള്ളൊരു ബട്ടൺ നമ്മളിവിടെ ടക്ക് ചെയ്യുന്നു. അത് നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ വണ്ണം അനുസരിച്ച് ഇവിടെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിങ്ങോട്ടും വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു ടൈപ്പാണ്. ഇത് നമ്മൾക്ക് അകത്ത് ഇൻസേർട്ട് ചെയ്യാം. നമ്മളുടെ ഈ ക്ലോത്ത് തന്നെ നമ്മൾ ഈ ക്ലോത്തോ അല്ലെങ്കിൽ ഈ ഒരു പാക്ക് ടൈപ്പ് ഇൻസേർട്ടോ നമ്മൾക്ക് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതിനകത്തും ഉണ്ട് ഇൻസേർട്ട്. അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുമെന്ന് നമുക്ക് വിചാരിക്കേണ്ട. ഇതിനകത്തുള്ള ബട്ടണിൽ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ അതും പോവില്ല. ഇതും ഈ ഒരു പോർഷൻ ആണെങ്കിലും കുട്ടികൾക്ക് യാതൊരുവിധ നമ്മൾ അകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചാലും യാതൊരുവിധ നനവും കുട്ടികൾക്ക് ഈ പോർഷനിൽ ഫീൽ ചെയ്യില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണിത്. അതുകൊണ്ട് വളരെ യൂസ്ഫുള്ളായിരിക്കും. നമ്മളിത് വാങ്ങിച്ചാൽ വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ അമ്മമാർക്ക് എപ്പോഴും ഈ നമ്മൾ സാധാരണ തുണി വെച്ചാൽ നമ്മൾ എപ്പോഴും ഓരോ തവണ കുട്ടികൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴും നമ്മളത് മാറി ഉപയോഗിക്കും. കുട്ടികൾക്ക് നനവ് ഫീൽ ചെയ്യും, അവർ വേഗം കരയും, അവർ വേഗം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. പക്ഷേ ഇത് വെച്ചതിന് ശേഷം കുട്ടികളാണെങ്കിൽ തന്നെ അവരെ നനവ് അറിയുന്നില്ലാത്തത് കൊണ്ട് അവർ ഉറങ്ങും നന്നായിട്ട്. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ക്ലോത്ത് ഡയപ്പർ തന്നെയാണ്. കാരണം റാഷസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് റാഷസ് വന്നതുകൊണ്ട് അതിൻ്റെ ബാക്കി നോക്കാൻ അതിൻ്റെ ക്രീം യൂസ് അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ ജസ്റ്റ് കുട്ടികളെ കുളിപ്പിച്ചതിന് ശേഷം ഇതങ്ങ് യൂസ് ചെയ്താൽ വളരെ കംഫർട്ടാണ്. കുട്ടികളും ഭയങ്കര കംഫർട്ടാണ്, നമുക്കും അത് വളരെ നല്ലതാണ്. പിന്നെ ഒരു ടൈപ്പ് വരുന്നത് ഈ ഒരു ടൈപ്പാണ്. നമുക്കിങ്ങനെ കെട്ടി വയ്ക്കുന്ന ഒരു ടൈപ്പ്. ഇതും വളരെ നല്ലതാണ്. ഒരു 2 to 3 hours ഇതും ഹോൾഡ് ചെയ്യും. കുട്ടികൾക്ക് അങ്ങനെ നനവൊന്നും ഫീൽ ചെയ്യില്ല. ആ ഒരു നനവ് ഇതിനകത്തേക്ക് ഇതിനകത്ത് കോട്ടൺ ഉണ്ട്. ഇതിനകത്തൊരു പാഡഡ് പോലെയാണ്, ഇതിനകത്തൊരു കോട്ടൺ ഉണ്ട്. സോ അതങ്ങ് ഡയറക്റ്റ് വലിച്ചെടുക്കുകയാണ്. കുട്ടികൾക്ക് ഇതും നനവ് ഫീൽ ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് കുട്ടികളുടെ വണ്ണം അനുസരിച്ച് ഇതേപോലെ വലിച്ച് വെച്ച് അങ്ങ് കെട്ടിവിട്ടാൽ അത് കറക്റ്റായിട്ട് അവർക്ക് അവിടെ കറക്റ്റായിട്ടിരിക്കും. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്നതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് അവരുടെ ബോഡിയിൽ അത് ഫിറ്റായിട്ടിരിക്കും. ഇത് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ഒരു 4 month 3 ഇപ്പം കുറച്ചുകൂടെ വണ്ണമൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഓക്കെ. പക്ഷെ അതല്ല, ഇത്തിരി വണ്ണമൊക്കെ കുറഞ്ഞ കുട്ടികളാണ്, അധികം ഏറ്റൊന്നുമില്ല, അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ ഒരു 3-4 months നമുക്കിത് യൂസ്ഫുൾ ആവത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എത്ര വലിച്ചു വെച്ചാലും ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവും. അപ്പം അവർ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോകും. അതുകൊണ്ട് പിന്നെ നമുക്കിതിനകത്ത് വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ കുട്ടികളെ ഉടുപ്പിക്കുന്ന തുണി ഇതിനകത്ത് വെച്ചിട്ട് കുട്ടികൾ ഉടുപ്പിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിൽക്കും. അതല്ലാതെ ഒരു 3 to 4 months ആവുന്ന ബേബീസിനായിരിക്കും ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്നത്. പക്ഷേ ബാക്കിയുള്ള ഡയപ്പേഴ്സ് നമ്മൾക്ക് ന്യൂ ബോൺ ബേബീസ് മുതൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ന്യൂ ബോൺ ബേബിയിൽ കുറച്ചുകൂടെയൊക്കെ ലീക്കേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനകത്ത് നമ്മളുടെ കട്ടിയുള്ള ഇൻസേർട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഹോൾഡ് ചെയ്യും. പക്ഷേ ഈ ഒരു ടൈപ്പ് പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ന്യൂ ബോൺ ബേബീസ് മുതൽ നമ്മൾക്ക് ഒരു 2 years വരെയൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു 2 years ആകുമ്പോൾ പിന്നെയും അങ്ങനെ യൂറിൻ നമ്മളോട് കുട്ടികൾ പാസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ പാഡഡ് ആയിട്ടുള്ള അണ്ടർവെയേഴ്സ് കിട്ടും.
ഒരു പാഡഡ് ഇവരുടെ തന്നെ പാഡഡ് ആയിട്ടുള്ള ഒരു അണ്ടർവെയർസ് കിട്ടും. അത് വാങ്ങിച്ചു കഴിഞ്ഞാലും അതും അമ്മമാർക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ മുടക്കിയ നമ്മൾ ഈ പാമ്പേഴ്സ് വാങ്ങിക്കുന്നത്. ഇപ്പം ഒരു 1200 എബോവ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് മാസങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൈസയാവും. ആ ഒരു എമൗണ്ടിനേക്കാൾ ഒരു കുറച്ചുകൂടി ആ ഒരു 1500 റേഞ്ച് നമ്മൾക്ക് ഇതൊരു 5 എണ്ണം കിട്ടും. അപ്പം നമ്മൾ ഒരുപാട് മാസം വാങ്ങിക്കുന്ന പാഡിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ ഇതൊരു 1 ടൈമിൽ ഇത് വാങ്ങിച്ച് ഇതൊരു 2 സെറ്റ് വാങ്ങിച്ച് വെച്ചാൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ ഇതുമൊക്കെ ആയിട്ട് ഒരു 20ഓളം 25ഓളം ഇൻസേർട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്ലോത്ത് ടൈപ്പ് ഈ ഒരു ടൈപ്പും ഉണ്ട്. ഈ ഒരു ടൈപ്പും ഒക്കെ 2 സെറ്റ് വീതം, ഈ ടൈപ്പ് 2 സെറ്റ് വീതമൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് നമ്മൾ ഈ പാമ്പേഴ്സ് എപ്പോഴും മാറ്റി യൂസ് ചെയ്യും. എപ്പോൾ എങ്ങനെ പോയാലും നമ്മളിപ്പം അവരിപ്പോൾ 12 അവർ പറഞ്ഞാലും 6 അവർ പറഞ്ഞാലും ഒക്കെ റാഷസ് ആയി വരാനുള്ള ചാൻസസ് പ്രത്യേകിച്ച് ന്യൂബോൺ ബേബീസിന് ഒരുപാട് കൂടുതലാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു പേടിയും വേണ്ട. കുട്ടികളും ഭയങ്കര കംഫോർട്ടായിരിക്കും, അവർക്ക് റാഷസ് ഫ്രീ ഉണ്ടാവും. അവരിപ്പം കുഞ്ഞു വാവകളായതുകൊണ്ട് ബേബീസിന് ഒരിക്കലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും പെയിൻ എടുക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ആ ഒരു ഡിഫിക്കൽട്ടീസ് അവർക്ക് ഒരിക്കലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ബേബീസിന്. അവരതപ്പോൾ വഴക്കായിട്ട് കരച്ചിലായിട്ടൊക്കെ ആയിരിക്കും അവരത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വഴക്ക്, ഉറക്കക്കുറവ് അതെല്ലാം മാറിക്കിട്ടാനുള്ള ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ക്ലോത്ത് ഡയപ്പേഴ്സ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എനിക്ക് ട്വിൻ ബേബീസ്, അപ്പം ഇത് എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചത്. അതുകൊണ്ട് എന്നെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ടാവും ഈ റാഷസ് വെച്ചിട്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലെ തുണി വയ്ക്കാൻ തീരെ പൊടി കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഒട്ടും വെയിറ്റൊക്കെ കുറഞ്ഞുണ്ടാകുമ്പോൾ നമുക്ക് തുണി കെട്ടാനൊന്നും അവർക്ക് അര ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പാമ്പേഴ്സിനെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന റാഷസൊക്കെ നമ്മൾ പിന്നെ അതിനു വേണ്ടി ഹോസ്പിറ്റലിൽ പോവുക, അതിൻ്റെ ഓയിൽമെൻറ്റ്സ് ഇടുക. അതിൽ പിന്നെ കുട്ടികളുടെ ഓയിൽമെൻറ്റ്സ് ഇടുന്നതും ഹോസ്പിറ്റലിൽ പോകുന്നതും ഒന്നുമല്ല. പക്ഷെ കുട്ടികൾക്കുണ്ടാകുന്ന ആ ഒരു ഡിസ്കംഫർട്ട് അത് അവരുടെ വഴക്കായിട്ടും അത് നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. നമ്മളിപ്പം മദേഴ്സിനാണെങ്കിലും അത് ഒത്തിരി എഫക്റ്റ് ചെയ്യും. കുട്ടികളിങ്ങനെ വഴക്കായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട റെസ്റ്റ് അത് നമുക്ക് കിട്ടില്ല. നമ്മളുടെ മൈൻഡ് ഇതാവും, നമ്മൾക്ക് ആകെ വിഷമാവും, കുട്ടികൾ കരയുന്നു, അല്ല കുട്ടികൾക്ക് ഇങ്ങനെ പാടുവന്നു. അങ്ങനെ എല്ലാത്തിനും ശരിക്കും ഭയങ്കര നല്ലൊരു റെമഡി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തേക്കുന്നത്. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസ്ഫുള്ളാണ്. അതേപോലെ എന്നെപ്പോലെയുള്ള അമ്മമാർക്ക് ഇത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തത്. അപ്പം നിങ്ങൾ ഇതൊരു തവണ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചീപ്പസ്റ്റ് വേർഷൻ മേടിക്കാതിരിക്കുകയാണ് നല്ലത്. ഈ ടക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു ടക്കാണത്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ടക്കൊക്കെ ഇവിടെ ഒരു ബട്ടണും കൂടെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അത് വിട്ടുപോകും. അത് നമ്മൾ ഇവിടെ വെച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോകും. ഇതിപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കുട്ടിയുടെ ഒരു അളവിന് ഞാനിപ്പോൾ ഇതെടുത്ത് വെച്ചേക്കുന്നതാണ്. പക്ഷേ ഇത് നമ്മൾക്ക് 3 ഇതായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ന്യൂബോൺ ബേബീസ് മുതൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ടക്ക് ചെയ്യാം. പക്ഷേ ചില പ്രാവശ്യം നമ്മളിപ്പം കുട്ടികൾ വലിയാനൊക്കെ തുടങ്ങുമ്പോൾ ഇതിങ്ങനെ വിട്ടുപോരും. കാരണം ഇതിനൊരു വലിയ ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് അത് വിട്ടുപോരും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ വൺസ് അത് ടക്ക് ചെയ്ത് വെച്ചാൽ വളരെ കംഫർട്ടായിട്ട് കുട്ടികൾക്ക് ഇരിക്കുകയും ചെയ്യും, വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അവർ വലിഞ്ഞാലോ നീന്തിയാലോ ഒന്നും തന്നെ ഇത് പോവില്ല. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് സൂപ്പർ ബോട്ടം മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതിപ്പോൾ ബേസിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്.
അങ്ങനെ വാങ്ങിക്കുന്നത് നമ്മളുടെ അമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾക്കും നമ്മളുടെ കുട്ടികൾക്കും ഒത്തിരി കംഫർട്ടായിട്ടുള്ളൊരു ക്ലോത്ത് ഡയപ്പർ തന്നെയാണിത്. ഇപ്പോൾ പാമ്പേഴ്സിൽ നിന്നൊക്കെ മാറി നമ്മൾ ശരിക്കും ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുന്നതാണ് കുട്ടികളുടെ സ്കിന്നിന് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേപോലെ നമ്മൾക്ക് ഇത് അകത്ത് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കുട്ടികളെ നമ്മൾക്ക് ഇതുപോലെ തന്നെ ഉടുപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഈ ബട്ടൺസൊക്കെ ഇതേപോലെ തന്നെ ടക്ക് ചെയ്ത് വളരെ ഇവർക്ക് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇതൊരിക്കലും അവർക്കൊരു പെയിൻഫുൾ അല്ല, കാരണം ഭയങ്കര സോഫ്റ്റാണിത്. ഇപ്പം ഞാനിത് പിടിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണെന്ന്. അപ്പോൾ ഇത് അവരുടെ കാലിൽ നമ്മൾ ഉടുപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഒരു 2 വിരൽ ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും ആ ഒരു വിടവ് വരുന്ന രീതിയിൽ വേണം നമ്മളിത് ഉടുപ്പിക്കാനായിട്ട്. അതേപോലെ നമ്മൾ ഈ കാലിൻ്റെ ഇടയിലും നമ്മളുടെ ഒരു വിരൽ കയറുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ചെയ്ത കുട്ടികളുടെ കാല് വേദനിക്കില്ലേ, കുഞ്ഞു ബേബീസ് അല്ലേ. അപ്പം നമ്മളുടെ ഒരു വിരൽ കയറുക അത്രയും മതി. അത് അവർക്ക് അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ഒട്ടും വേദനിക്കില്ല. ഇത് വളരെ കംഫർട്ടായിട്ട് അവരുടെ ബോഡിയോട് ചേർന്ന് തന്നെ ഇതിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിത് യൂസ്ഫുൾ ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.